ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം. എന്താണത്? ജാതി. മനുഷ്യരാരും ജനിക്കും മുൻപ് ഒരു മത്സരത്തിലോ എഴുത്തു പരീക്ഷയിലോ മറ്റെന്തെങ്കിലുമോ ദൈവസന്നിധിയിൽ ചെയ്യുന്നതിന്റെ ഫലമായോ അല്ല മനുഷ്യ നിർമ്മിതമായ ഒരു ജാതിയിലും വന്നു പിറക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ചു വീണ ജാതിയിൽ അഹങ്കരിക്കാൻ ആർക്കും ഒരു മേന്മയുമില്ല. 2 ജാതിയിൽപ്പെട്ട കേരളത്തിലെ 10 പേരെ വീതം നിരത്തി നിർത്തിയതിനു ശേഷം ഒരു സായിപ്പിനോട് ഇവിടുത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രാഥമികമായ ഒരു അറിവ് നൽകിയതിനു ശേഷം അവരെ അവരായിരിക്കുന്ന ജാതി അനുസരിച്ചു തരം തിരിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് അതിന് കഴിയില്ല. പണ്ട് ബലവും സ്വാധീനവും വിദ്യാഭ്യാസവും പണവും ഉണ്ടായിരുന്നവരൊക്കെ ഉയർന്ന ജാതികളായി തന്നെത്താൻ മാറിയതാകാം. ഇന്നത്തെ കേരളം നോക്കൂ. എല്ലാവർക്കും പല രീതിയിലും പണമുണ്ട്. പണമുള്ളവരൊക്കെ മക്കളെ ഉയർന്ന സ്റ്റാൻഡേർഡിൽ വളർത്തുന്നു. ഏറ്റവും നീച്ച ജാതിയിൽ ഉള്ളതെന്ന് മനുഷ്യൻ അവകാശപ്പെടുന്ന ഒരു തലമുറയ്ക്ക് ആവശ്യത്തിന് പണം കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ജാതിയിൽ ഉള്ളതെന്ന് മനുഷ്യൻ അവകാശപ്പെടുന്ന ഒരു തലമുറയ്ക്ക് പണമില്ല എന്നിരിക്കട്ടെ. 2-3 തലമുറ കഴിയുമ്പോൾ പണമുള്ള ഏറ്റവും നീച്ച ജാതിയിൽ ഉള്ളതെന്ന് മനുഷ്യൻ അവകാശപ്പെടുന്നവർ ഉയർന്ന ജാതിയും ഏറ്റവും ഉയർന്ന ജാതിയിൽ ഉള്ളതെന്ന് മനുഷ്യൻ അവകാശപ്പെടുന്ന ഒരു തലമുറ താഴ്ന്ന ജാതിയും ആകുന്നത് കാണാം. ജാതിയും ജൈവശാസ്ത്രവും. ജാതി ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ജൈവശാസ്ത്രപരമായ ഒരു വസ്തുത അല്ല. മനുഷ്യരാശിയുടെ ജനിതഘടനയിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക ജാതിയിലുള്ള എല്ലാവരും ഒരുപോലെയായിരിക്കുമെന്നോ മറ്റൊരു ജാതിയിലുള്ളവരെക്കാൾ ബുദ്ധിയിലോ ശക്തിയിലോ ഉന്നതരായിരിക്കുമെന്നോ തെളിയിക്കുന്ന ഒരു ശാസ്ത്രീയ തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ബുദ്ധിയും ശക്തിയും, മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും ജനിതകം മാത്രമല്ല, പരിസ്ഥിതി, സാമൂഹിക സാഹചര്യങ്ങൾ, പോഷകാഹാരം തുടങ്ങിയ നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നവയാണ്. ജാതിയും ജനിതകവും. ജാതിയെ ജനിതകവുമായി ബന്ധിപ്പിക്കുന്ന ശ്രമങ്ങൾ ശാസ്ത്രീയമായി തെറ്റാണ്. ജാതി എന്നത് നമ്മൾ ജനിച്ച വീട് പോലെയാണ്. നമ്മൾ ഏത് വീട്ടിലാണ് ജനിച്ചതെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്തതുപോലെ ഏത് ജാതിയിലാണ് ജനിക്കുന്നതെന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. നമ്മൾ ജനിച്ച വീട് നല്ലതാണോ ചെറുതാണോ എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മളെ തന്നെ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. അതുപോലെ നമ്മൾ ജനിച്ച ജാതി നമ്മുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നില്ല. ചർമ്മത്തിന്റെ നിറം വെച്ചാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നെങ്കിൽ സായിപ്പുമാർ നമ്മയൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നാട്ടിലെ ചർമ്മകാന്തി ബെറ്റർ ആയിട്ടുള്ള ആളുകൾ ചർമ്മകാന്തി കുറഞ്ഞ ആളുകളെ താഴ്ന്നവരായി കണക്കാക്കുന്നത് കണ്ടിട്ടില്ലേ? ഇന്ത്യയിൽ പോലും, നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജാതിയിലുള്ളവരെ പോലും നോർത്ത് ഇന്ത്യക്കാർക്ക് മതിപ്പില്ല. അപ്പോൾ ജാതി എന്നത് ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കലാണ്. അടുത്ത തലമുറയെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെട്ടെ. ശാസ്ത്രം പറയുന്നത് മനുഷ്യരാശിയെ ജനിതകപരമായി വിഭജിക്കാൻ ഒരു വഴിയുമില്ല എന്നാണ്. നമ്മൾ എല്ലാവരും ഒരേ സ്പീഷീസിൽപ്പെട്ടവരാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, എത്ര പണം സമ്പാദിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നതെല്ലാം നമ്മുടെ കഴിവുകളെയും അധ്വാനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജാതിയെ ആശ്രയിച്ചല്ല. നമ്മൾ എല്ലാവരും ഒരേ മനുഷ്യരാണ്. നമ്മൾ എല്ലാവർക്കും ഒരേ അവകാശങ്ങളും കടമകളുമുണ്ട്. നമ്മുടെ മൂല്യം നമ്മുടെ ജാതിയല്ല, നമ്മളാണ് നിർണ്ണയിക്കുന്നത്. അതിനാൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം അവസാനിപ്പിക്കാനും ഒരു സമത്വപൂർണമായ സമൂഹം കെട്ടിപ്പടുക്കാനും നാം എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം. വിദ്യാഭ്യാസവും സാഹചര്യങ്ങളും ഒത്തുവന്നാൽ ആർക്കും സമൂഹത്തിൽ ഉയരത്തിലെത്താൻ കഴിയും.